അതെ എങ്ങനെ പോണ വേറെ ലച്ചു എങ്ങനെ മലയിൽ ഫാം ഹൗസ് എന്ന് പറയാ വേറെ എന്തൊക്കെയാ അറിയണ മുടിയെട്ടിയതൊക്കെ ഇഷ്ടായില്ലേ മുടിയെട്ടിയതൊക്കെ ഇഷ്ടായോ ലച്ചു വേറെ ഇങ്ങോട്ട് നോക്ക് ഹായ് പറ അങ്ങനെ അവരൊക്കെ സ്കൂളിൽ കയറ്റിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് പോയിട്ടോ. പിന്നെ അത് വണ്ടിയിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളെ. അപ്പോൾ ഡാൻസൊക്കെ കളിച്ചിട്ട് അർമാദിച്ചിട്ടാണ് കുട്ടികൾ എന്താ ഉഷാറ്. പിന്നെ അത് മഞ്ഞത്തൊപ്പി ഇട്ടിട്ട് കുറേ കുട്ടികൾ നന്നായിട്ടുണ്ട്. അവർക്ക് അത് അറിയാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പോൾ എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് 1ാം ക്ലാസ്സിൻ്റെ ടീമാണ്. മൊത്തം 4ാം ക്ലാസ് വരെയാണ് കുട്ടികൾ സ്കൂൾ ട്രിപ്പ് തോന്നുന്നു, 4ാം ക്ലാസ് വരെ. ഇത് മലയിൽ ഫാം ഹൗസ് എന്ന് പറഞ്ഞ ഒരു എന്താണ് വളാഞ്ചേരി ആ ഭാഗം എന്നാണ് പറഞ്ഞത്. നന്നായിട്ടുണ്ടാക്കും. ഒരുപാട് റൈഡും കാര്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. വെയിലുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. പിന്നെ കുട്ടികളല്ലേ നല്ല അർമാദിച്ച് കളിച്ചിരുന്നു. ടീച്ചേഴ്സ് എല്ലാ വീഡിയോസും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. എന്തായാലും ഒരു കളിക്കാനാകുമ്പോൾ തന്നെ ഒരു സന്തോഷം. ഫസ്റ്റ് ടൈം ഇങ്ങനെ കുട്ടികൾ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഒരുപാട് കുട്ടികൾ ഫസ്റ്റ് ടൈം പോണ കുട്ടികളാണ്. പിന്നെ ഉണ്ടോ അങ്ങനെ ഒരു ലച്ചു പാർട്ടി ആരൊക്കെ അതിൽ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളത് കുട്ടികൾക്ക് പറ്റിയിട്ടുള്ളൊരു സെക്ഷനാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ 1ാം ക്ലാസ്സിൻ്റെ ടീമാട്ടോ. ഇവരുടെയും സെപ്പറേറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ടീം ഇതാണ് മൊത്തം. എങ്ങനെ ഉണ്ടായിരുന്നു എന്താ ട്രിപ്പൊക്കെ പോയിട്ട്? എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ? എന്തൊക്കെ കണ്ട അവിടെ? പിന്നെ പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ബട്ടർഫ്ലൈയുടെ ഒക്കെ അതൊക്കെ കണ്ടല്ലോ ചിത്രങ്ങള്. ഇഷ്ടായി മക്ക? എങ്ങനെ ട്രിപ്പ് പോയിട്ട് സൂപ്പറായി, അടിച്ചു പൊളിച്ചു, പാട്ടൊക്കെ പാടി. പിന്നെ ഡാൻസ് ഒക്കെ കളിച്ചോ? ബസ്സിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങള് കൊറേ ചേച്ചിമാരും ഏട്ടന്മാരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ചായിരുന്നു. നിങ്ങള് കളിച്ചോ? ഇല്ല. വൈ അത്രേ ഉള്ളൂ. പോയിട്ട് ക്ഷീണിച്ചോ? നല്ല വെയിലായിരുന്നു. അതെ, ഇഷ്ടായി അപ്പൊ നിങ്ങൾക്ക്? ഇനിയിപ്പോ ഇനി അടുത്തതിന് സ്കൂളിൽ നിന്നൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? ടൂറ് പോയിട്ടൊരു കാര്യങ്ങൾ അവർ നേടി തന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണു. ഇതാണ്ടോ കാലുമൊക്കെ ഒരു മുറിയൊക്കെ ആക്കിയിട്ട് അവർ വന്നിട്ടുണ്ട്. ഈ കാലുമ്മയുണ്ട്, 2 കാലുമ്മ ഒരു മുറിയൊക്കെ ആക്കിയിട്ടുണ്ട്. കയ്യമ്മയുണ്ട്. ഒരാൾ ക്ഷീണം കൊണ്ട് കടന്നുറങ്ങാണ്. ഇനി ഇത്രേ ഉള്ളൂ. അടിപൊളിയായി. അപ്പോൾ എന്തായാലും ഉഷാറായില്ലേ വീഡിയോസും ഫോട്ടോസൊക്കെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. നിങ്ങൾക്ക് ഹാപ്പി ആയില്ലേ? ഇഷ്ടമായോ? കുറേ കാലത്തിന് ശേഷം സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോയപ്പോൾ എൻജോയ് ചെയ്തു? എൻജോയ് ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ? ഇഷ്ടമായി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് അവരിങ്ങനെ എന്താ ഒരു ട്രിപ്പൊക്കെ പോകണത്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഒറ്റയ്ക്ക് ഞാനും ഫാമിലിയൊന്നും ഇല്ലാണ്ട് അവർ ഒറ്റയ്ക്ക് ആദ്യമായിട്ട് അങ്ങനെ പോകണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, സങ്കടം. എനിക്കെന്തോന്ന് ഇങ്ങനെ നമ്മൾ നെഞ്ഞത്തൊരു കല്ലൊക്കെ കയറ്റി വയ്ക്കണ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനായി. എനിക്ക് മക്കളെങ്ങനെ പോവുക, എന്താ കാട്ടുക, അവർ നേരെ ശ്രദ്ധിക്കുമോ? ടീച്ചേഴ്സാണ് നല്ലോണം നോക്കുന്നുണ്ട് അവർ. പക്ഷെ ഇവർ അവിടെ ചെന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എന്തോ ചരൽ പോലെ മണ്ണൊക്കെ ആയിട്ട് അവിടെ നിന്ന് വീണിട്ട് മുറിയായിട്ട് വല്ലാണ്ട് നന്നായി. പിന്നെ പൊരിഞ്ഞ വെയിലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആവുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അവർക്ക്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റെഡിയായി. ടീച്ചറെ അടുത്ത് ഇടയ്ക്ക് ഞാൻ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചു, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ.
എന്തായാലും അവർക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം മലയിൽ ഫാം ഹൗസ് എന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയിൽ ഫാം ഹൗസ് വളാഞ്ചേരി ആ ഭാഗത്താണ് തോന്നുന്നു. എനിക്ക് കറക്റ്റ് റൂട്ട് അറിയില്ല, സ്ഥലം അറിയില്ല കേട്ടോ. വളാഞ്ചേരി ആ ഭാഗത്താണെന്നാണ് പറഞ്ഞത് ടീച്ചേഴ്സിൻ്റെ ചോദിച്ചപ്പോൾ. അപ്പോൾ പിന്നെ അവിടെയൊക്കെ പോയി അവർ എൻജോയ് ചെയ്ത് വന്നു. എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനും അവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് അവർ പോകുന്നു. പിന്നെ അവരെന്താ വെച്ചാൽ ഒരാളല്ലല്ലോ, രണ്ടാളും കൂടി ഒരുമിച്ചല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൂ. അപ്പോൾ എന്തായാലും അവർ നന്നായി ആഘോഷിച്ച് അർമാദിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ കുട്ടികൾക്ക് എന്തായാലും ഹാപ്പിയായി. അവർ ഫസ്റ്റ് ടൈം ട്രിപ്പ് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു മുറിയൊക്കെ ആയി, എന്നാലും കുഴപ്പമില്ല, അവർ ഹാപ്പി ആയിട്ടുണ്ട്. ഇനി അടുത്തതിൽ നമുക്കൊന്നും കൂടി പൊളിക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്കൂൾ ട്രിപ്പ് പോയത് എല്ലാവരും ക്ഷീണം കൊണ്ട് തന്നെ ഓരോരുത്തർ ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഞാൻ വീഡിയോസ്, കുട്ടികളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് ഫോൺ ഇതിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടോളൂ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.